Hi guys, good evening. So, Veranda Race-inde IBPS PO and SBI PO mock test series-inde third video. അതായത് എൻ്റെ തേർഡ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ കോണ്ടിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലായിട്ട് നിങ്ങൾക്കറിയാം, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തെല്ലായിരുന്നു? ഒരു 5 റോങ് നമ്പർ സീരീസ് ഉണ്ടായിരുന്നു, 5 സിംപ്ലിഫിക്കേഷൻ, 3 DIs ആൻഡ് 5 അരിത്തമെറ്റിക്. അങ്ങനെയാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക, ആ ക്വസ്റ്റ്യൻസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എക്സാമിന് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഒന്നുകൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് സീരീസ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ DIയിൽ ഏത് DI ഫസ്റ്റ് നമ്മൾ കൈവെക്കണം, എത്ര നേരം ഒരു DIക്ക് കൊടുക്കാം, പിന്നെ സിംപ്ലിഫിക്കേഷൻ എത്ര നേരം കൊണ്ട് തീർക്കണം, പിന്നെ റോങ് നമ്പർ സീരീസ് എന്താണ് ചെയ്യേണ്ടത്, റോങ് നമ്പർ സീരീസിൽ എങ്ങനെയാണ് ഒരു സീരീസ് അഡീഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ അതോ പ്രൈം നമ്പേഴ്സും സ്ക്വയേഴ്സും ക്യൂബുകളും വെച്ചിട്ടാണോ വരുന്നത് എന്നുള്ളതൊക്കെ നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അതിനുശേഷം അരിത്തമെറ്റിക്കിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് കൺവെൻഷണൽ രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ 5 ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു 20-30 സെക്കൻഡ്സിൽ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു. അപ്പോൾ കോണ്ടിൻ്റെ 30 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 2 ക്ലാസ്സിലായി നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർത്തു. പിന്നെ ഷീല മിസ്സിൻ്റെ ക്ലാസ്സുകൾ 2 ക്ലാസ് കോണ്ടും കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത സെക്ഷനായിട്ടുള്ള റീസണിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് റീസണിംഗ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം കോണ്ടിൽ നിങ്ങൾക്ക് IBPS PO SBI PO ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അറ്റംപ്റ്റ് പറഞ്ഞാൽ 20 അറ്റംപ്റ്റ് ആണ്. നല്ല അറ്റംപ്റ്റ് 20, 22, 25, മാക്സിമം 25 ആണ് നല്ല അറ്റംപ്റ്റ്. എന്താണ് റീസണിങ്ങിൻ്റെ അവസ്ഥ? റീസണിങ്ങിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ പോകാൻ പറ്റും? ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീസണിങ്ങിൽ നിങ്ങൾക്ക് IBPS POൻ്റെ പേപ്പറിൽ 35 ക്വസ്റ്റ്യൻസ് ആണ് പ്രിലിംസിനുള്ളത്. ഈ 35 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് 30+ അറ്റംപ്റ്റ്, നിങ്ങൾ നന്നായി റീസണിങ് ചെയ്യുന്ന ഒരു ഈസി ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30+ അറ്റംപ്റ്റ് ഇടാൻ പറ്റും റീസണിങ്. കാരണം അത് നിങ്ങളുടെ പ്യുവർലി നിങ്ങളുടെ സ്പീഡ് വെച്ചിട്ടാണ് റീസണിങ് ഇരിക്കുന്നത്. സോ 30+ അറ്റംപ്റ്റ് നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഇനി എന്താ പറയുക, ഏറ്റവും മിനിമം നിങ്ങൾ 20+ എങ്കിലും അറ്റംപ്റ്റ് ഇടണം. ഏറ്റവും മിനിമം 20+ അറ്റംപ്റ്റ് ഇടണം. ഓക്കെ അല്ലേ? അപ്പോൾ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും. പിന്നെ അതിൽ ഏത് ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്യും? ഓക്കെ, നിങ്ങൾക്ക് പല രീതികളുണ്ടാവും, എന്താ പറയുക, പല മെത്തേഡ്സിലായിരിക്കും നിങ്ങൾ മോക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ്. അതായത് 35 ക്വസ്റ്റ്യൻസിൽ മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ആയി നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മിസ്ലേനിയസ് എന്ന് വെച്ചാൽ പസിലും സീറ്റിങ്ങും അല്ലാത്ത ക്വസ്റ്റ്യൻസ്. സില്ലോയിസം, ഇനീക്വാലിറ്റി, പിന്നെ മറ്റ് പാർട്ടുകൾ, സില്ലോയിസം, ഇനീക്വാലിറ്റി, പിന്നെ റാങ്കിങ് ഉണ്ടാവാം, പിന്നെ അങ്ങനെ എന്താ പറയുക, വേർഡ് എന്താ പറയുക കൗണ്ട് ചെയ്യുന്നത് ഉണ്ടാവും. അങ്ങനത്തെ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയി 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ തീരും. ഈ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. കാരണം വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻ തീർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഈസി ആയിട്ടുള്ള പസിൽസ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പസിൽസ്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ സ്ട്രോങ് പോയിന്റ് എന്ന് വെച്ചാൽ ഡേ വൈസ്, മന്ത് വൈസ്, അതേപോലെ പാറ്റേൺ, ഇങ്ങനത്തെ പസിൽസാണ് സ്ട്രോങ്. പിന്നെ ഇൻസൈഡ് ഔട്ട്സൈഡ് ഒന്ന് മാത്രം വരുന്നതും, അതായത് ഇൻസൈഡ് ഔട്ട്സൈഡ് മിക്സ് ആക്കാതെ ഒരു രീതിയിൽ മാത്രം വരുന്ന സീറ്റിങ്, ഇങ്ങനത്തെയൊക്കെയാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും സ്ട്രോങ് ആയി വരുന്നത്. അപ്പോൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഫസ്റ്റ് കവർ ചെയ്യുക, ഫസ്റ്റ് തീർക്കുക, എന്നിട്ട് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവുക, കട്ടിയുള്ള പസിലിലേക്ക് പോവുക. അങ്ങനെ അവസാനം നിങ്ങൾക്ക് ബാക്കിയാവുന്നത് ഒരു പസിലായിരിക്കും, അത് ഏറ്റവും കട്ടിയുള്ള പസിലായിരിക്കണം ബാക്കിയാവുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നിങ്ങൾക്ക് സ്ട്രാറ്റജൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 10 മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര ടൈം എടുക്കാമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്. ബാക്കി 15 മിനിറ്റിൽ നിങ്ങൾ 4 പസിൽസ് സോൾവ് ചെയ്യണം. അതായത് 3 to 4 മിനിറ്റ്സ് ഒരു പസിൽ വെച്ച് സോൾവ് ചെയ്ത് പോകണം. ഓക്കെ അല്ലേ? സോ അതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി. അത് വെച്ച് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ 30 സെക്കൻഡ്സ് ടൈം വരുന്നത് നിങ്ങൾ ചെയ്ത് നോക്ക്.
ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. കാരണം ഈസിയാണ്, ഇനീക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇനീക്വാളിറ്റി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേ വേണം. ഇനീക്വാളിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ഒരു 3 ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനീക്വാളിറ്റി, അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനീക്വാളിറ്റി വരുന്നത്. ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ ഈസി ആയിട്ട് 1.5 മിനിറ്റ്സ്, 1.5 മിനിറ്റ് നിങ്ങൾ ആൻസർ ചെയ്ത് തീർക്കണം. ഓക്കെ അല്ലേ? 1.5-2 മിനിറ്റ് മാക്സിമം. നോക്കാം ക്വസ്റ്റ്യൻ എന്താ. സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, കൺക്ലൂഷൻ 2 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൺക്ലൂഷൻ, ഫസ്റ്റ് കൺക്ലൂഷൻ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് സി. എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. ഇതിൽ എസ് എവിടെയാണ് കാണുന്നത്? എസ് ഇവിടെ മാത്രമേ ഉള്ളൂ. 1 മിനിറ്റ്. ഓക്കെ, എസ് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തിലേക്ക് പോകണം? സിയിലേക്ക് പോകണം. എസ്സിൽ നിന്ന് സിയിലേക്ക് പോകണം. സി ഇവിടെ കിടക്കുന്നത്, എസ്സിൽ നിന്ന് സിയിലേക്ക് പോകണം. പക്ഷേ സിയിലേക്ക് പോകുമ്പോൾ, അതായത് എസ്സിൽ നിന്ന് നിങ്ങൾ സിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വരാവുന്ന കണ്ടീഷൻസ് വയ്ക്കുക. നിങ്ങൾ ഇങ്ങനെ എടുത്തു പോകുമ്പോൾ നിങ്ങൾക്ക് വരാവുന്ന കണ്ടീഷൻസ് പറഞ്ഞാൽ, അതായത് ഇവിടെ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരാം, ഈക്വൽ ടു വരാം, ഗ്രേറ്റർ വരാം. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റൂ. ഓക്കെ അല്ലേ? എസ് കഴിഞ്ഞ് ഫസ്റ്റത്തെ എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എവിടെ? ഇല്ല. അല്ലെങ്കിൽ ഈക്വൽ ഇല്ല, ഗ്രേറ്റർ ഇല്ല. സോറി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വരാൻ പാടില്ല കേട്ടോ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈക്വൽ മാത്രമേ വരാൻ പാടുള്ളൂ. പക്ഷേ എസ് നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലെ തെറ്റാണ്. ഫസ്റ്റ് പോകുമ്പോഴേ തെറ്റാണ്. അതുകൊണ്ട് എന്താ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി നെക്സ്റ്റ് വൺ, ഓ ഗ്രേറ്റർ ബി. ഓ ഗ്രേറ്റർ ബി. ഓ ഗ്രേറ്റർ ബി നോക്കിക്കഴിഞ്ഞാലോ? നോക്കടാ, ഓ ഗ്രേറ്റർ ബി എങ്ങനെയാ? ഓയിൽ നിന്ന് എന്താ പറയുക? ഓ ഗ്രേറ്റർ ബി ആണ്. ഓ ഗ്രേറ്റർ ബി എന്ന് പറഞ്ഞാൽ ഓയിൽ നിന്ന് പോകുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ഈക്വൽ വരാം. ഓക്കെ അല്ലേ? ഇത് വരാം. ഇതിൽ ഒരു ഗ്രേറ്റർ ഉണ്ടായാൽ മതി. അതായത് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഓയിൽ നിന്ന് എന്താ ബിയിലേക്ക് പോകുമ്പോൾ ഈ 3 എണ്ണം വരാം. ഇതിൽ ഒരു ഗ്രേറ്റർ ഉണ്ടാവണം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ഗ്രേറ്റർ ഉണ്ടാവണം. ബാക്കി ഏതായാലും കുഴപ്പമില്ല, ഒരു ഗ്രേറ്റർ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. നോക്കാം. ഓയിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ബിയിലോട്ടാണ് പോകുന്നത്. ഓ ഇവിടെ കിടക്കുന്നുണ്ട്, ബി എവിടെയാ? ബി ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, രണ്ടും 2 സ്റ്റേറ്റ്മെൻറ്റിലായിട്ടാണ് കിടക്കുന്നത്. രണ്ടും കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? ഏത്? രണ്ടിലും കോമൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാടാ? രണ്ടിലും കോമൺ ആയില്ല പറഞ്ഞാൽ ബി ഉണ്ടോ രണ്ടിലും? ഇല്ല. സി ഉണ്ടോ? സിയും ഇല്ല. ഡി ഉണ്ടോ? ഡി ഇല്ല. ഇ ഉണ്ടോ? ഇല്ല. ജി? ജി ഇല്ല. എല്ലോ? എല്ലുണ്ട്. രണ്ടിൽ എല്ല് കോമണാ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എല്ലിലേക്ക് പോവും. പിന്നെ എല്ലിൽ നിന്ന് എങ്ങോട്ട് പോവും? ബി ആണ് കിട്ടേണ്ടത്, ബിയിലോട്ട് പോവും. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? അപ്പോൾ നോക്കാം, നമുക്ക് എങ്ങനെ വരുന്ന നോക്കാം. ഓ ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ഓയിൽ നിന്ന് എല്ലിലോട്ട് ഗ്രേറ്റർ ഈക്വൽ വന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എല്ല്. എല്ല് ഇവിടെ. എല്ലിൽ നിന്ന് പിന്നെ സിയിലോട്ട് ഇങ്ങോട്ടാണ് പോകേണ്ടത്. എല്ലിൽ നിന്ന് ജിയിലോട്ട് എങ്ങനെയാ? ഗ്രേറ്റർ ഈക്വൽ ആണ്. എല്ലിൽ നിന്ന് ജിയിലോട്ട് ഗ്രേറ്റർ ഈക്വൽ. ജിയിൽ നിന്ന് ഇയിലോട്ടോ? ഈക്വൽ. പിന്നെ ഇയിൽ നിന്ന് ഡിയിലോട്ടോ? ഡിയിലോട്ട് ഗ്രേറ്റർ ഓർ ഈക്വൽ. ഡിയിൽ നിന്ന് സിയിലോട്ട് ഈക്വൽ. സിയിൽ നിന്ന് ബിയിലോട്ട് ഗ്രേറ്റർ, ഗ്രേറ്റർ ഈക്വൽ, ഗ്രേറ്റർ. ഇങ്ങനെ വരുന്നത്. എന്നിട്ട് നമുക്ക് എന്തെത്തി? ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എത്തി. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എഴുതി കാണിച്ചു. പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓയിൽ നിന്ന് എല്ലോട്ട് ഗ്രേറ്റർ ഈക്വൽ, പിന്നെ എല്ലിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റായിട്ട് നോക്കി തന്നെ എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളിവിടെ എന്താ പറയുക, ഇത് സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ എഴുതി നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ഈ 3 എണ്ണേ വരാൻ പാടുള്ളൂ. ഈ 3 എണ്ണല്ലേ ഇവിടെ വന്നിട്ടുള്ളൂ. ഈ 3 എണ്ണേ വന്നിട്ടുള്ളൂ. അതിൽ ഇത് ഒന്നെങ്കിലും വരണം എന്നാണ് പറയുക. ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരണം. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓൺലി കൺക്ലൂഷൻ 2 ഈസ് ട്രൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്ക്. 30 സെക്കൻഡ്സ്.
ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്ക് എങ്ങനെയാണ് വരുന്നത്. നമുക്ക് വരുന്ന കണ്ടീഷൻസ് ഇതിലിപ്പോൾ ഏതൊക്കെയാ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, അതായത് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, കൺക്ലൂഷൻ 2 ഉണ്ട്. ഓക്കെ, വി ഗ്രേറ്റർ കെ ആണ് നമുക്ക് കിട്ടേണ്ടത്. വി ഗ്രേറ്റർ കെ ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഗ്രേറ്റർ കെ കിട്ടണമെങ്കിൽ ഗ്രേറ്റർ വരാം, ഗ്രേറ്റർ ഈക്വൽ വരാം, ഈക്വൽ വരാം, ഈ 3 വരാം പോകുന്നതിൻ്റെ ഇടയിൽ. ഓക്കെ അല്ലേ? ഞാൻ വി എടുത്തിട്ട് ഫസ്റ്റ് തന്നെ ഗ്രേറ്റർ വി കെ എന്ന് പറഞ്ഞാൽ ഇതിലാണ്, വി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലാണ്. അപ്പോൾ രണ്ടും കണക്ട് ചെയ്യുന്നത് ഏതാ? വിയും കെയും കണക്ട് ചെയ്യുന്നത് ഏതാടാ? ഓക്കെ, രണ്ടിലും കോമൺ ആയി വരുന്നത് യു അല്ലടാ, രണ്ടിലും കോമൺ ആയി. അപ്പോൾ വിയിൽ നിന്ന് ഇവിടെ യുയിലോട്ട് പോകും, യുയിൽ നിന്ന് കെയിലോട്ട് പോകും. ഓക്കെ, നേരത്തെ കേസിൽ ഞാൻ എഴുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നോക്കിയിട്ട് കണ്ടുപിടിക്കാം, നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നത് നോക്കാം. വിയിൽ നിന്ന് യുയിലോട്ട് ഗ്രേറ്റർ ആണ്. ഓക്കെ, ഗ്രേറ്റർ ആണ്, പോകാൻ പറ്റും. ഓക്കെ അല്ലേ? നമുക്ക് കാരണം വേണ്ടത് ഗ്രേറ്റർ ആണ്. വിയിൽ നിന്ന് ഗ്രേറ്റർ പോകാൻ പറ്റും, യുയിൽ നിന്ന് ഗ്രേറ്റർ ഈക്വൽ പറ്റും, ഗ്രേറ്റർ പറ്റും, ലെസ് ദാന് പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പോൾ കെയിലേക്ക് എത്തൂല. ലെസ് ദാന് ഇതിൻ്റെ ഇടയിൽ പാടില്ല, ഈ 3 പാടുള്ളൂ. അപ്പോൾ ലെസ് ദാൻ ഇടയിൽ വന്നതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റോ? ക്യൂ ഗ്രേറ്റർ എക്സ് എന്ന് പറഞ്ഞാണ്. ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാമെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ഈക്വൽ വരാം. ക്യൂ ഗ്രേറ്റർ എക്സ് ആണെങ്കിൽ ക്യൂ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എക്സ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ടും കണക്ട് ചെയ്യുന്നത് യു. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ് രണ്ടും കണക്ട് ചെയ്യുന്നത് യു. ഈ 3 വരാം, ഒരു ഗ്രേറ്ററെങ്കിലും വരണം. ക്യൂ ഗ്രേറ്റർ ആറ്, ആ ഒരു ഗ്രേറ്റർ വന്നു. പിന്നെ അപ്പോൾ ഇങ്ങോട്ട് പോവാം, ആറിൽ നിന്ന് ഗ്രേറ്റർ ഈക്വൽ പോവാം. പിന്നെ എസ്സിൽ നിന്ന് ഗ്രേറ്റർ പോവാം, യു എത്തി. പിന്നെ യുവിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? എക്സിലോട്ടല്ലേ പോകേണ്ടത്? യുവിൽ നിന്ന് ഗ്രേറ്റർ ഈക്വൽ ഗ്രേറ്റർ എക്സ്. ഓക്കെ, അപ്പോൾ ക്യൂവും എക്സും തമ്മിലെന്ന് പറഞ്ഞാൽ പോകുമ്പോൾ ഗ്രേറ്ററും ഗ്രേറ്റർ ഈക്വലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 ഒന്നേ വരുന്നുള്ളൂ, അതിലൊരു ഗ്രേറ്റർ വരുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ എന്താണ് ഇതിലെന്താണ്? ഓൺലി 2 is true. അപ്പോൾ സെക്കൻഡ് വണ്ണിലും ഓൺലി 2 is true ആണ്. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? അപ്പോൾ നെക്സ്റ്റ് വൺ നോക്കാം. ഓക്കെ, തേർഡ് വൺ നോക്കിയാലോ. തേർഡ് വൺ എങ്ങനെയാടാ? തേർഡ് വണ്ണിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ ഒന്ന് O ഗ്രേറ്റർ എഫും F ഈക്വൽ ടു എന്നും ആണ്. നമ്മൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എയ്തർ ഓർ കേസ് ഉണ്ട്. എയ്തർ ഓർ കേസ് എന്ന് വെച്ചാൽ O ഗ്രേറ്റർ ഈക്വൽ ടു എഫ് എന്ന് വെച്ചാൽ O ഗ്രേറ്റർ എഫും O ഈക്വൽ എഫും. അതായത് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടുന്ന ഉത്തരം ഇതാണ്, പക്ഷെ നമുക്ക് തന്നിട്ടുള്ള 2 കൺക്ലൂഷൻസ് ഇതാണെന്നുണ്ടെങ്കിൽ ഈ 2 എയ്തർ ഓർ ആണ് ഇത്. ഓക്കെ അല്ലേ? അതായത് നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ്, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ഇത് 2 ആണെന്നുണ്ടെങ്കിൽ അത് എയ്തർ ഓർ ആണ്. ഓക്കെ അല്ലേ? നോക്കാം, എങ്ങനെയാണ് നോക്കാം. നമുക്ക് ഫസ്റ്റ് O ഗ്രേറ്റർ എഫ് ആണ്. ഓയും എഫും ഗ്രേറ്റർ ആണെന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്ററെങ്കിലും വേണം, പിന്നെ ഗ്രേറ്റർ ഈക്വൽ എത്രയും വരാം അതിൻ്റെ ഇടയിൽ. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ O ഗ്രേറ്റർ എഫ് നോക്കാം. ഓയിൽ നിന്ന് എഫ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും കണക്ഷൻ ഏതാ? ഓക്കെ, എൻ അല്ലേ കണക്ഷൻ? കണക്ഷൻ. അപ്പോൾ ഓയിൽ നിന്ന് എന്നിലോട്ട് ഈക്വൽ, പിന്നെ എന്നിൽ നിന്ന് ജെയിലോട്ട് ഗ്രേറ്റർ ഈക്വൽ, ജെയിൽ നിന്ന് ഡിയിലോട്ട് ഗ്രേറ്റർ ഈക്വൽ, ഡിയിൽ നിന്ന് കെയിലോട്ട് ഈക്വൽ, കെയിൽ നിന്ന് എഫിലോട്ട് ഗ്രേറ്റർ ഈക്വൽ.
അതായത് ഒ ഗ്രേറ്റർ എഫ് എന്ന് വെച്ചാൽ ഒ ഗ്രേറ്റർ എഫ് എന്ന് വെച്ചാൽ ഒ ഇവിടെ എഫ് ഇവിടെ, ഒറ്റ മിനിറ്റ്, ഒ ഇവിടെ എഫ് ഇവിടെ, ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ഗ്രേറ്റർ വരണമെങ്കിൽ ഒരു ഗ്രേറ്ററിൻ്റെ സിഗ്നലെങ്കിലും വേണം, ഒരു ഗ്രേറ്ററിൻ്റെ സിഗ്നലെങ്കിലും വേണം. പക്ഷേ ഇവിടെ എന്താ, എല്ലാം ഗ്രേറ്റർ ഈക്വലും ആണ്. അതായത് ഇവിടെ ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് ടോട്ടലായിട്ട് ഗ്രേറ്റർ ഈക്വൽ ആണ്. ടോട്ടലായിട്ടുള്ള കൺക്ലൂഷൻ ഗ്രേറ്റർ ഈക്വൽ ആണ്. ടോട്ടലായിട്ടുള്ള കൺക്ലൂഷൻ ഗ്രേറ്റർ ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് പിന്നെ ഒ ഗ്രേറ്റർ എഫ്, ഒ ഗ്രേറ്റർ എഫ്. പിന്നെ നെക്സ്റ്റ് എഫ് ഈക്വൽ ടു എൻ ആണ്. എഫ് ഈക്വൽ ടു എൻ, എൻ ഈക്വൽ ടു ഒ അല്ലേ? എൻ ഈക്വൽ ടു ഒ. എഫ് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഈക്വൽ ടു ഒ, അതായത് എഫ് ഈക്വൽ ടു ഒ ആണ്. എൻ ഈക്വൽ ടു ഒ, എഫ് ഈക്വൽ ടു എൻ, എഫ് ഈക്വൽ ടു ഒ അല്ലേ? അപ്പോൾ എഫ് ഈക്വൽ ടു ഒ, എഫ് ഈക്വൽ ടു ഒ, അതായത് എഫ് ഈക്വൽ ടു ഒയും ഉണ്ട്, എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഗ്രേറ്റർ ഒയും ഉണ്ട്. എഫ് ഈക്വൽ ടു ഒ, എഫ് ഗ്രേറ്റർ ഒ ഗ്രേറ്റർ എഫ്, രണ്ടും കൂടി ചേർന്നാൽ ഗ്രേറ്റർ ഈക്വൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് എയ്തർ 1 or 2 ട്രൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സില്ലോയിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നത്? സില്ലോയിസം ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്നത്? നമുക്ക് ആദ്യം ഡയഗ്രാം വരക്കാം. ഓക്കെ അല്ലേ? ഓൾ ബുക്സ് ആർ ബോൾസ്, അതായത് എല്ലാ ബുക്സും, ഞാൻ ബുക്സ് ഇവിടെ എഴുതി, എല്ലാ ബുക്സും എന്താണ്? ബോൾസ് ആണ്. എല്ലാ ബുക്സും ബോൾസ് ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഓൺലി എ ഫ്യൂ ബോൾസ് ആർ ബെൽസ്. ഓൺലി എ ഫ്യൂ ബോൾസ് ആർ ബെൽസ് ഇങ്ങനെ അല്ലേ എഴുതുക? ഓൺലി എ ഫ്യൂ ബോൾസ് ആർ ബെൽസ്. ഓക്കെ അല്ലേ? ബെൽസ്. പിന്നെ ഓൺലി എ ഫ്യൂ ബെൽസ് ആർ സെൽസ്. ഓൺലി എ ഫ്യൂ ബെൽസ് ആർ സെൽസ് ഇങ്ങനെ വരും. സെൽസ് ഇങ്ങനെ വരും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി, ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഓൾ ബെൽസ് ആർ ബുക്ക് എ പോസിബിലിറ്റി. എല്ലാ ബെല്ലും ബുക്കാവുന്നത് ഒരു പോസിബിലിറ്റിയാണ്. എല്ലാ ബെല്ലും ബുക്കാവുന്ന ഒരു പോസിബിലിറ്റിയാണ് ആണല്ലോ. കാരണം ഈ എല്ലാ ബെല്ലിനെയും വേണമെങ്കിൽ നമ്മൾ ബുക്കിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കുക. കാരണം എല്ലാ ബോളും ആണ് ബെല്ലാവാത്തത്. എല്ലാ ബെല്ലും വേണമെങ്കിൽ ബുക്കാവാം. ഈ എല്ലാ ബെല്ലിനും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരച്ചാലും കൺക്ലൂഷൻ ശരിയാണ്. ഓക്കെ. ഓൾ ബോൾസ് ആർ ബെൽസ് ഈസ് എ പോസിബിലിറ്റി. ഓൾ ബോൾസ് ആർ ബെൽസ് ഈസ് എ പോസിബിലിറ്റി ആണോ? അല്ല. എന്തുകൊണ്ടല്ല? ഇവിടുന്ന് കുറച്ച് ബോള് എന്ത് ബെല്ലാവൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ ബോൾസും ബെല്ലാവൂല. അങ്ങനെയാണെങ്കിൽ ഓൾ ബോൾസ് ആർ ബെല്ലെ പോസിബിലിറ്റി ഒരിക്കലും അല്ല. അപ്പോൾ കൺക്ലൂഷൻ 1 ഈസ് ഫോളോസ്. കൺക്ലൂഷൻ 1 ഫോളോസ്. ഓക്കെ അല്ലേ? കൺക്ലൂഷൻ 1 ഫോളോസ്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സില്ലോയിസം നോക്കാം. ഓക്കെ, ചെയ്ത് നോക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. സം ബസ് ആർ നോട്ട് റോഡ്.
സം ബസ് ആർ നോട്ട് റോഡ്. സം ബസ് ആർ നോട്ട് റോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കുറച്ച് ബസ് റോഡല്ല. ഓക്കെ അല്ലേ? ഇതിത്തെ കുറച്ച് ബസ് റോഡല്ല. മറ്റേതാവാം, ആവാതിരിക്കാം, അറിയില്ല. നെക്സ്റ്റ് എന്താ? ഓൺലി എ ഫ്യൂ റോഡ്സ് ആർ റോക്സ്. ഇവിടെ റോഡാണ്. ഓൺലി എ ഫ്യൂ റോഡ്സ് ആർ റോക്ക്. ഓൺലി എ ഫ്യൂ റോഡ്സ് ആർ റോക്ക്. ഓൺലി എ ഫ്യൂ റോഡ്സ് ആർ റോക്ക്. പിന്നെ ഓൾ ബസ് ആർ ഷോപ്പ്. ഈ എല്ലാ ബസ്സും ഷോപ്പാണെന്നാണ് പറഞ്ഞത്. എല്ലാ ബസ്സും ഷോപ്പാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സർക്കിൾ വരുന്നത്. ഇനി ഇത് ഈ കൺക്ലൂഷൻ നോക്കിയാലോ? ഓൾ റോഡ്സ് ക്യാൻ ബി ഷോപ്പ്. എല്ലാ റോഡും ഷോപ്പ് ആവാം. പോസിബിലിറ്റിയാണ് പറയുന്നത്. എല്ലാ റോഡും ഷോപ്പ് ആവാം. പറ്റുമോ? എല്ലാ റോഡിനും ഷോപ്പ് ആവാൻ പറ്റുമോ? പറ്റും. കാരണം എല്ലാ ബസ്സിനുമാണ് റോഡാവാൻ പറ്റുക. എല്ലാ റോഡിനും വേണമെങ്കിൽ ഷോപ്പ് ആവാം. ഓക്കെ അല്ലേ? എല്ലാ റോഡിനും ഷോപ്പ് ആവാം. പിന്നെ എല്ലാ ഷോപ്പിനും റോക്കാവാം. എല്ലാ ഷോപ്പിനും റോക്കാവാം എന്ന് പറയുന്നുണ്ട്. എല്ലാ ഷോപ്പിനും റോക്കാവാം എന്ന് പറയുന്നത്. റോഡാവാം എന്നല്ല. കുറച്ച് റോഡാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് റോക്കാവാം. ഓക്കെ അല്ലേ? ഷോപ്പും റോക്കും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പോൾ ഓൾ ഷോപ്പ് ക്യാൻ ബി റോക്സ്. ആവാം, ആവാതിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ? ബോത്ത് 1 and 2 ഫോളോസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ചെയ്ത് നോക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഓൺലി എ ഫ്യൂ ഹാൻഡ്സ് ആർ റിങ്. ഹാൻഡ്സ് എടുത്തു. ഓൺലി എ ഫ്യൂ ഹാൻഡ്സ് ആർ റിങ്. ഓൺലി എ ഫ്യൂ ഹാൻഡ്സ് ആർ റിങ്. ഓക്കെ. ഓൾ റിങ്സ് ആർ മൂൺസ്. എല്ലാ റിങ്സും എന്താണ്? മൂണാണ്. പിന്നെ ഓൾ ഹാൻഡ്സ് ആർ സ്റ്റാർ. എല്ലാ ഹാൻഡ്സും സ്റ്റാർ ആണ്. ഈ എല്ലാ ഹാൻഡ്സും സ്റ്റാർ ആണ്. ഓക്കെ അല്ലേ? നമ്മുടെ ടോട്ടൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി. ഇനി നെക്സ്റ്റ് കൺക്ലൂഷൻ. എല്ലാ സ്റ്റാറും ഓൾ സ്റ്റാർസ് ആർ മൂണ്. എല്ലാ സ്റ്റാറും മൂണാണെന്ന് പറയുന്നുണ്ട്. എല്ലാ സ്റ്റാർസും മൂണാണ്. അത് അവർ ഡെഫിനിറ്റ് ആയിട്ടാണ് പറയുന്നത് കൺക്ലൂഷനിൽ ഡെഫിനിറ്റ് ആയിട്ട് എല്ലാ സ്റ്റാറും മൂണാണെന്നാണ് പറഞ്ഞത്. ഒരിക്കലും അല്ലല്ലോ. നമുക്കറിയാം എല്ലാ സ്റ്റാറും ഒരിക്കലും മൂണാവില്ല. പോസിബിലിറ്റി പോലും അല്ല. കാരണം വെച്ചാൽ ഇതിലത്തെ കുറച്ച് ഹാൻഡ്സ് എന്താവില്ല? റോഡാവില്ല. അപ്പോൾ എന്താ പറയുക? എല്ലാ സ്റ്റാറും എന്താവില്ല? മൂണാവില്ല. ഓക്കെ അല്ലേ? ഓക്കെ. ഓൾ ഹാൻഡ്സ് ആർ റിങ് എ പോസിബിലിറ്റി. എല്ലാ ഹാൻഡ്സും റിങ് ആവുന്നത് ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഹാൻഡ്സും റിങ് ആവുന്നത് ഒരു പോസിബിലിറ്റിയാണ്, ഒരിക്കലും അല്ല. കാരണം എന്താ? ഓൺലി എ ഫ്യൂ ഹാൻഡ്സ് ആർ റിങ്സ് ഉണ്ട്. അതായത് കുറച്ച് ഹാൻഡ്സ് ഒരിക്കലും റിങ് ആവില്ല. അപ്പോൾ എല്ലാ ഹാൻഡ്സും റിങ് ആവുന്ന പോസിബിലിറ്റി ഇല്ല. അപ്പോൾ നെയ്തർ 1 or 2 കറക്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ സില്ലോയിസത്തിലെ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. സില്ലോയിസം 3 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനീക്വാലിറ്റി 3 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്കറിയാം ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ഷോട്ടാണ്. 6 ക്വസ്റ്റ്യൻ ഷുവർ ഷോട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3 ഇനീക്വാലിറ്റി ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ആണ്. 1 മിനിറ്റ് നിങ്ങൾക്ക് 3 ഇനീക്വാലിറ്റി തീർക്കാൻ പറ്റും. 3 സില്ലോയിസം തീർക്കാൻ വേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ്. 1 മിനിറ്റ് വേണമെങ്കിൽ ഒരു 10 സെക്കൻഡ്സും കൂടി. അപ്പോൾ 2 മിനിറ്റ് 10 സെക്കൻഡ്സിൽ നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻസ് ഇവിടെ തീരും. ഓക്കെ അല്ലേ? 2 മിനിറ്റ് 10 സെക്കൻഡ്സിൽ നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻസ് തീരും. ബാക്കി ക്വസ്റ്റ്യൻസിന് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടൈം കിട്ടും. അതുകൊണ്ടാണ് തുടക്കത്തിൽ മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒരു 4 ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് എക്സാമിൻ്റെ പാറ്റേൺ വെച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ 4 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരാൻ ചാൻസ് നോക്കാം. അത് ഡയറക്ഷൻ വരാം, ബ്ലഡ് റിലേഷൻ വരാം, പിന്നെ റാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം, എന്തും വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താണ്? ഡയറക്ഷനാണ്. നിങ്ങൾ ഡയറക്ഷൻ ഒന്ന് സോൾവ് ചെയ്തേ.
ഓക്കെ, ഡയറക്ഷൻ സോൾവ് ചെയ്തോ? നോക്കാം, എങ്ങനെ നോക്കാം. എ ഈസ് 6 നോർത്ത് ഓഫ് ബി. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 6 നോർത്ത് ഓഫ് ബി, 6 നോർത്ത് ഓഫ് ബി ആണ് അല്ലേ? ബിനേക്കാൾ 6 നോർത്താണ് എ. ഡയറക്ഷൻ അറിയാലോ, ഡയറക്ഷൻ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, ഇതാണ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? എ 6 നോർത്ത് ഓഫ് ബി. ഇനി നെക്സ്റ്റ് എന്താ? ഇയും ഡിയോ പറയുന്നത്, കാരണം ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റൂല. എയും ബിയും കണക്ട് ചെയ്യുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് ഏതാ? നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എയും ബിയും, എയോ ബിയോ ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാ ഉള്ളത്? ഇതാ സി, 4 നോർത്ത് ഓഫ് ബി. സി എന്ന് പറഞ്ഞാൽ 4 നോർത്ത് ഓഫ് ബി. സി എന്ന് പറഞ്ഞാൽ 4 നോർത്ത് ഓഫ് ബി. അതായത് എവിടെ വരും? ഇത് 6 ആണ് എ, പക്ഷേ 4 നോർത്തിൽ ആരുണ്ട്? സി ഉണ്ട്. ഇവിടെ സി വരും. ഓക്കെ അല്ലേ? ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാ? 4. ഡിസ്റ്റൻസ് 4. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് സി എ ബി ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുന്നത്. ഇതാ സി വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. ഡി 9 വെസ്റ്റ് ഓഫ് സി. ഡി എന്ന് പറഞ്ഞാൽ 9 വെസ്റ്റ് ഓഫ് സി ആണ്. ഡി എന്ന് പറഞ്ഞാൽ 9 വെസ്റ്റ് ഓഫ് സി. സിയിൽ നിന്ന് 9 വെസ്റ്റിലാണ് ആരുള്ളത്? ഡി ഉള്ളത്. ഓക്കെ, ഡി വെച്ചു. ഇനി അടുത്ത് ഡി വെച്ച് കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും ഉണ്ടാവും. എന്താ? ഇ 6 സൗത്ത് ഓഫ് ഡി. ഇ എന്ന് പറഞ്ഞാൽ 6 സൗത്ത് ഓഫ് ഡി. ഇവിടെ 4 അല്ലേ ഇരിക്കുന്നത്? അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ 6 സൗത്ത് ആണ്. ഇ എന്ന് പറഞ്ഞാൽ 6 സൗത്ത് ആണ്. ഇവിടെ 4 ഉള്ളൂ, പക്ഷേ 6 സൗത്ത് ആണ് ഇ. അപ്പോൾ ബീൻ്റെ കുറച്ച് അടിയിൽ കിടക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അത് വരച്ചു. ഇനി നെക്സ്റ്റ് ഇ വെച്ച് കണക്ട് ചെയ്യുന്ന വേറെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? എഫ് വിച്ച് ഈസ് 7 ഈസ്റ്റ് ഓഫ് ഇ. എഫ് 7 ഈസ്റ്റ് ഓഫ് ഇ ആണ്. എഫ് 7 ഈസ്റ്റ് ഇങ്ങോട്ട് F7. അപ്പോൾ എഫ് എന്ന് വെച്ചാൽ 7 ഈസ്റ്റ് ഓഫ് ഇ. എഫ് എന്ന് വെച്ചാൽ 7 ഈസ്റ്റ് ഓഫ് ഇ. F7 ഈസ്റ്റ് ഓഫ് ഇ. അതായത് സിയും ബിയും നിൽക്കുന്നതിൻ്റെ കുറച്ച് ഇപ്പുറമായിട്ട് വരും എഫ്. ഇനി നെക്സ്റ്റ് പിന്നെ എഫ് വെച്ച് വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ. ജി 4 നോർത്ത് ഓഫ് എഫ്. ജി എന്ന് പറഞ്ഞാൽ 4 നോർത്ത് ഓഫ് എഫ് ആണ്. ജി എന്ന് പറഞ്ഞാൽ 4 നോർത്ത് ആണ്. ഇവിടെ 2 നോർത്ത് ആയാൽ നമുക്ക് ബീൻ്റെ അടുത്ത് വരും. പിന്നെ അവിടുന്ന് കുറച്ചും കൂടി മേലെ അല്ലേ? ജി എന്ന് പറഞ്ഞാൽ എന്താ? 4 നോർത്ത് ആണ്. ഇനി എച്ച് 10 വെസ്റ്റ് ഓഫ് ജി. എച്ച് 10 വെസ്റ്റ് ഇങ്ങോട്ടാണ്. എച്ച് 10 വെസ്റ്റ് പറഞ്ഞാൽ ഇവിടെ 7 അല്ലേ ടോട്ടല്? 7ന് ഒരു 3 കൂടി അധികം. എച്ച് 10 വെസ്റ്റ് ഓഫ് ജി. ഇതാണ് നമ്മുടെ പിക്ചർ. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളുടെ ഡയറക്ഷൻ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് പോയിന്റ് എ വിത്ത് റെസ്പെക്ട് ടു എച്ച്? ഡയറക്ഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു എച്ച്. എ എന്ന് പറയുന്നത് എച്ച് വെച്ച് നോക്കുമ്പോൾ എവിടെയാണെന്ന്? എച്ച് എവിടെയാ? എച്ച് ഇവിടെയാണ് കിടക്കുന്നത്. എ എവിടെയാണ്? അതായത് എച്ചിൻ്റെ ഇങ്ങോട്ടാണ് എ. അതായത് എച്ച് ഇവിടെയാണെങ്കിൽ എ ഇവിടെ വരും. എ അപ്പോൾ അതേതാ? നോർത്തിൻ്റെ ഈസ്റ്റിൻ്റെ ഇടയിലല്ലേ? അതായത് നേരെയാണെങ്കിൽ നമുക്ക് ഈസ്റ്റ് പറയായിരുന്നു, നേരെ മേലോട്ടാണെങ്കിൽ നോർത്ത് പറയായിരുന്നു. അതിൻ്റെ രണ്ടിൻ്റെ അടിയിലാണ്. അപ്പം നോർത്ത് ഈസ്റ്റ് ആണ്. എച്ചിൻ്റെ നോർത്ത് ഈസ്റ്റ് ആണ് എ. എച്ചിൻ്റെ നോർത്ത് ഈസ്റ്റ് ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ഇ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ഇ. എച്ചും ഇയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എച്ചും ഇയും ഇത് എത്രയാടാ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 7. അപ്പോൾ ഈ ബാക്കി ഇവിടെ ടോട്ടൽ 10 ആണെങ്കിൽ ഈ ബാക്കി എത്രയാ? ഇവിടെ 3 വരും. ഓക്കെ അല്ലേ? പിന്നെ ഇത് എത്രയാണ് പറഞ്ഞത്? ഇത് 4 ആണ്. അതന്നെയല്ലേ ഈ 4ഉം? അപ്പോൾ ഇവിടെയും 4 ആണ്. ടോട്ടലാണ് 6, ഇത് 4. അപ്പോൾ 3ഉം 4ഉം ആണ് വരുന്നത്. അപ്പോൾ എച്ചും ഇയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇത് കാണുന്നത് എങ്ങനെയാ? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എങ്ങനെയാടാ? റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. അതായത് റൂട്ട് 25 വരും. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5. ഓക്കെ അല്ലേ? 5. അപ്പോൾ 5 ആണ് ആൻസർ. 5 മീറ്റർ. ഓക്കെ അല്ലേ? അതും കിട്ടും. നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുക, നിങ്ങൾക്ക് ഒരു വേർഡ് ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്.
ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു മേക്ക് ഓൺലി വൺ മീനിങ് വേർഡ് ഓഫ് ഇംഗ്ലീഷ് വേർഡ് അതിൽ സെക്കൻഡ്, തേർഡ്, സിക്സ്ത്, സെവൻത്ത് ലെറ്റേഴ്സ് എടുത്തു. അതായത് എമർജൻസിൻ്റെ സെക്കൻഡ് പറഞ്ഞാൽ എം, തേർഡ് ഇ, പിന്നെ സിക്സ്ത് 4, 5, 6, പിന്നെ 7, ഈ 4 ലെറ്റേഴ്സ് എടുത്തു. അതായത് എമ്മും ഇയും എന്നും എടുത്തു, 4 ലെറ്റേഴ്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു വേർഡ് ഇതിൽ നിന്ന് ഫോം ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ വേർഡിൻ്റെ തേർഡ് ലെറ്റർ, ലെഫ്റ്റ് എൻഡിൽ നിന്ന് തേർഡ് ലെറ്റർ ഏതാണെന്ന് വെച്ചാൽ ഒരേ ഒരു വേർഡ് ഈ 4 ലെറ്റേഴ്സ് വെച്ച് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു വേർഡിൻ്റെ തേർഡ് ലെറ്റർ ഏതാണെന്ന്, ലെഫ്റ്റിൽ നിന്ന് തേർഡ് ലെറ്റർ. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു വേർഡും വരുന്നില്ലാണ്ടെങ്കിൽ ഓ ആണ് ആൻസർ. പിന്നെ എന്താ പറയുക, ഒന്നിലധികം വേർഡ്സ് ഈ 4 ലെറ്റർ വെച്ച് വരുന്നുണ്ടെങ്കിൽ എന്താണ് ആൻസർ, പി ആണ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഏതാ വരാൻ ചാൻസ് ഉള്ള വേർഡ്? എം ഇ ഇ എന്ന് വെച്ച് ഏതൊക്കെയാണ് വരാടാ? മീൻ ഇങ്ങനൊരു വാക്കില്ല, എം ഇ ഇ എന്ന് വരുന്നില്ല. പിന്നെ എം ഇ എൻ ഇ എന്ന് പറഞ്ഞൊരു വാക്കില്ല, എൻ ഇ എം ഇ എന്ന് പറഞ്ഞ വാക്കില്ല. അപ്പോൾ അതായത് പിന്നെ ഇ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഇ എൻ ഇ ഇ അങ്ങനെയൊന്നും വാക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഏതാണ് വരാൻ? ആകെ എൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താലോ? എൻ ഇ ഇ എം ഒന്നൂടെ, നീം എന്ന് വെച്ചാൽ നമ്മളെ നാരങ്ങ, നീം, അങ്ങനെ ഒരു വാക്ക് വന്നൂടെ? അപ്പോൾ അത് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ, ബാക്കി ഒരു വേർഡ്സും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ, ബാക്കി ഒരു വേർഡ്സും വരുന്നില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നീം മാത്രമാണ്. അപ്പോൾ തേർഡ് ലെറ്റർ, ഈ ഒറ്റ വേർഡേ വരുന്നുള്ളൂ. അപ്പോൾ തേർഡ് ലെറ്റർ ചെയ്തെടുത്താൽ മതി. തേർഡ് ലെറ്റർ ഏതാ? ഇ ആണ്. അപ്പോൾ ഇ ആണ് ആൻസർ, ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവസാനത്തേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. മിസ്ലേനിയസ് ആണെങ്കിൽ പോലും അവസാനം ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഇതിൽ വേർഡ്സ് ഫോം ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈം നിങ്ങൾക്ക് കുറച്ചധികം വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നീമാണ് ആൻസർ. ഇതിൻ്റെ ആൻസർ നീം, അപ്പോൾ ഇ ആണ് ആൻസർ. ഓക്കെ, മിസ്ലേനിയസിലെ അവസാന ക്വസ്റ്റ്യൻ. ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ, ചെയ്ത് നോക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത്? ക്രെഡിറ്റിൻ്റെ സിമ്പിൾ തന്നിട്ടുണ്ട്. ക്രെഡിറ്റിൻ്റെ ഓരോന്നും നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ ലോണിൻ്റെ ഒന്ന് തന്നിട്ടുണ്ട്. ക്രെഡിറ്റിന് 6 ലെറ്റേഴ്സും നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാവാം? സിക്ക്, അതായത് സിക്ക് ഡോളർ ആവാം, ആറിന് 2, ഇക്കോ ഇ ക്യാഷ്, ഡിക്ക് 5, ഐന് 6, ടിക്ക് അറ്റ്. അതേപോലെ എല്ലിന് ആൻഡ്, ഓക്ക് 3, എക്ക് പെർസെൻറ്റേജ്, എന്നിന് 7 എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാറ്റൺ എന്ന് പറഞ്ഞ വേർഡ് എന്തായിരിക്കും? ലാറ്റൺ. ഇതൊരു SSC മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ബാങ്കിന് ചോദിക്കുന്നത് വളരെ കുറവാണ്. SSC മോഡൽ കോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിലെല്ലാ ലെറ്റേഴ്സിൻ്റെയും കോഡ് ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. എല്ലിൻ്റെ കോഡ് എന്താ? ആൻഡ്. നമുക്ക് എല്ലിന്ന് ഇവിടെ ആൻഡ് കിട്ടും. പിന്നെ ഏൻ്റെത് എന്താടാ? എ ക്രെഡിറ്റിലില്ല, പക്ഷേ ലോണിൽ മൂന്നാമത്തത്. ഇപ്പോൾ പെർസെൻറ്റേജ്, ആൻഡ് പെർസെൻറ്റേജ്. പിന്നെ ടി എന്താടാ? ടി ക്രെഡിറ്റിലെ അവസാനത്തത്, അതായത് അറ്റ്. പിന്നെ നെക്സ്റ്റ് ഈൻ്റെത് എന്താ? ഈൻ്റെത് തേർഡ് വൺ, ആഷ്. പിന്നെ എന്നിൻ്റെത് പറഞ്ഞാൽ ലോണിലെ അവസാനത്തെ ലെറ്റർ 7. അപ്പോൾ ഇതാണ് ആൻസർ. ഇതേതാ? ആൻഡ് പെർസെൻറ്റേജ് അറ്റ്, ആൻഡ് പെർസെൻറ്റേജ് അറ്റ് ആഷ് 7, ഓപ്ഷൻ ബി ആണ് അപ്പോൾ ആൻസർ. ഓക്കെ അല്ലേ? ഈസി അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻസ് തീർന്നു. 10 ക്വസ്റ്റ്യൻസ്, മിസ്സലേനിയസിലെ 10 ക്വസ്റ്റ്യൻസ് തീർന്നു. ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര ടൈം എടുക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനീക്വാലിറ്റി 3 ചെയ്യാൻ 1 മിനിറ്റ്, പിന്നെ സില്ലോയിസം 3 ചെയ്യാൻ 1 മിനിറ്റ് 10 സെക്കൻഡ്സ്. അപ്പോൾ 2 മിനിറ്റ്സ് 10 സെക്കൻഡ്സ് ആയി. പിന്നെ നെക്സ്റ്റ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് 1 മിനിറ്റും
1 മിനിറ്റ് മതി. 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ ഡയറക്ഷൻ 2 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെയ്ത് തീർക്കാൻ പറ്റും. 1 മിനിറ്റ് കൊണ്ട് ചെയ്യാം. ഏറിപ്പോയാൽ 1 മിനിറ്റ് 10 സെക്കൻഡ്സ്. അപ്പോൾ 3 minutes 20 seconds ആയി. പിന്നെ ഈ 2 ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങൾക്കൊരു 40 സെക്കൻഡ്സും ഒരു 4 minutes. 4 minutesൽ നിങ്ങൾക്ക് ഈ 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? 4 മിനിറ്റിൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ബാക്കി 16 മിനിറ്റ് ഉണ്ട്. ബാക്കി 16 മിനിറ്റിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ബാക്കി 5 പസിലാണ്. 5 പസിൽസാണ്. 5 പസിൽസ് ഓർ സീറ്റിംഗ്. അതായത് ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള 5 പസിലോ സീറ്റിംഗോ ആണ് വരാനുള്ളത്. അത് നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. അതായത് ഒരു പസിലിന് 4 മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് ബാക്കി 4 പസിൽസ് ചെയ്യാനുള്ള ടൈം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? ടൈം ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പസിൽസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഈ പസിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഓക്കെ, അപ്പോൾ പസിൽ ചെയ്തോളാം. ആൻസർ കിട്ടിയോ? നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. ഇതേതാ പസിൽ ഏതാ? 7 പേഴ്സൺസ് ഉണ്ട്. ലീനിയർ റോ ഈക്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. പിന്നെ എല്ലാവരും നോർത്താണ്. ഓക്കെ, അതായത് ഒരു റോയില് 7 പേരിരിക്കുന്നു. 1 2 3 4 5 6 7 7 പേരിരിക്കുന്നു. പിന്നെ എല്ലാവരും നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഈ എല്ലാവരും എങ്ങോട്ടാ? നോർത്തിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും നോർത്തിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പസിൽ നമുക്ക് സോൾവ് ചെയ്യണം. കാരണം 7 പേരുണ്ട്, കറക്റ്റ് എണ്ണം തന്നിട്ടുണ്ട്, എല്ലാവരും ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. ഓക്കെ അല്ലേ? എങ്ങനെ ചെയ്യുക നോക്ക്. എച്ച് തേർഡ് റൈറ്റ് ഓഫ് ഇ, ഹു ഈ സെക്കൻഡ് റൈറ്റ് ഓഫ് എം. ഇതിൽ നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യില്ല എങ്ങനെ വെച്ചാൽ ഈ ഒരു റോല് നിങ്ങൾ ഇട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എച്ചിൻ്റെയോ ഇയുടെയോ, അതായത് ഏത് എൻഡിന്നാണ് തുടങ്ങുന്നതെന്നില്ല ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ എക്സ്ട്രീം എൻഡിൽ നിന്ന് 4ാമതാണ് ഒരാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഇട്ടുകൊണ്ട് തുടങ്ങായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലില്ല. പിന്നെ എച്ച് തേർഡ് റൈറ്റ് ഓഫ് ഇ, ഹു ഈ സെക്കൻഡ് റൈറ്റ് ഓഫ് എം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഉള്ളത്. അതെങ്ങനെ ഇട്ട് കൊടുക്കും? എച്ച് തേർഡ് റൈറ്റ് ഓഫ് ഇ, നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരാളുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷൻ? നോർത്തിലോട്ട് ഫേസ് ചെയ്യുന്ന ഒരാളുടെ റൈറ്റ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഓക്കെ അല്ലേ? റൈറ്റ് ഇങ്ങോട്ട്, ലെഫ്റ്റ് ഇങ്ങോട്ട്. ഓക്കെ അല്ലേ? നോർത്തിലോട്ട് ഫേസ് ചെയ്യുന്ന ഒരാൾ റൈറ്റ് ഇങ്ങോട്ടായിരിക്കും, ലെഫ്റ്റ് ഇങ്ങോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എച്ച് തേർഡ് റൈറ്റ് ഓഫ് ഇ, എച്ച് എന്ന് പറഞ്ഞാൽ തേർഡ്, എച്ച് 3ാമത്തെ ആളാണ് റൈറ്റിൽ നിന്ന്. എച്ച് റൈറ്റിൽ നിന്ന് 3ാമത്തെ ആളാണ്. ഓക്കെ അല്ലേ? എച്ച് തേർഡ് റൈറ്റ് ഓഫ് ഇ ആണ്. തേർഡ് റൈറ്റ് ഓഫ് ഇ. ഈ കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞ് റൈറ്റിൽ എച്ച് ആണ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റൈറ്റ് ഓഫ് എം. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ റൈറ്റിലാണ്, ഇ എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ റൈറ്റിലാണ്, സെക്കൻഡ് റൈറ്റ് ആണ്. അതായത് ഒരാൾ ഇടയിലുണ്ട്. സെക്കൻഡ് റൈറ്റ് പറയുകയാണെങ്കിൽ ഒരാൾ ഇടയിൽ നിന്ന് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് റൈറ്റ്, തേർഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ 2 പേരായിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ്.
അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എം കഴിഞ്ഞ് ഇത് ടോട്ടൽ ഇപ്പോൾ എത്ര ആളായി 1 2 3 4 5 6 നമുക്ക് 7 പേരുണ്ട് 6 പേര് ഇത് കിട്ടി. അപ്പോൾ എങ്ങനെയൊക്കെ വരാൻ പറ്റും? ഒന്നെങ്കിൽ എം ഇവിടെ ഇരിക്കുക എന്ന് വിചാരിച്ചോ. എം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ 1 കഴിഞ്ഞാൽ ഇ വരും, അത് കഴിഞ്ഞ് 2 എണ്ണം കഴിഞ്ഞാൽ എച്ച് വരും. ഇങ്ങനെ വേണമെങ്കിൽ വരാം. ഇനിയിപ്പോൾ എം രണ്ടാമത്തെ പൊസിഷനിൽ ഇട്ട് കൊടുത്താലോ, 1 കഴിഞ്ഞാൽ ഇ വരും, 2 എണ്ണം കഴിഞ്ഞാൽ എച്ച് വരും. ഇനി എമ്മിനെ മൂന്നാമത് ഇടാൻ പറ്റുമോ? ഇല്ല, കാരണം ഇ ഇവിടെ വരും, എച്ച് ഇടാൻ സ്ഥലമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2 പോസിബിലിറ്റി അതിനുള്ളൂ. അങ്ങനെ വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് വെക്കാം. എയ്തർ എച്ച് ഓർ എം സിറ്റ്സ് അറ്റ് വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ്. ഒന്നെങ്കിൽ എച്ച് അല്ലെങ്കിൽ എം, ഏതെങ്കിലും ഒരാൾ എക്സ്ട്രീം എൻഡിൽ വരും. ഇതിൽ എം എക്സ്ട്രീം എൻഡിൽ വന്നിട്ടുണ്ട്, ഇതിൽ എച്ച് എക്സ്ട്രീം എൻഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അത് ശരിയാണ്. ഇനി ഓൺലി 2 പേഴ്സൺ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ കെ ആൻഡ് എഫ്. കെൻ്റെയും എഫിൻ്റെ ഇടയിൽ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കെൻ്റെ എഫിൻ്റെ ഇടയിൽ 2 ആൾക്ക് ഇരിക്കുന്നുണ്ട്. ഹൂ സിറ്റ്സ് അഡ്ജസൻറ്റ് ടു ഇ. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് പിന്നെ ഹൂ എന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ആരെയാണോ എഴുതിയത് അയാളെയാണ് എടുക്കേണ്ടത്. അതായത് 2 പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ കെ ആൻഡ് എഫ്. ഹൂ എന്ന് വെച്ചാൽ എഫിനെ കുറിച്ചാണ് പറയുന്നത്. എഫ് അഡ്ജസൻറ്റ് ടു ഇ, ഈൻ്റെ തൊട്ടടുത്താണ് എഫ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ഈൻ്റെ തൊട്ടടുത്താണ് എഫ് ഇരിക്കുന്നത്. എഫും ഇയും അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടും. അതായത് എഫും ഇയും ഏത് ഡയറക്ഷനിലും ആവാം, പക്ഷേ രണ്ടുപേരും അടുത്തായിരിക്കുന്നത്. പിന്നെ കെ കഴിഞ്ഞ് 2 എണ്ണം കഴിഞ്ഞാൽ എഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എഫ് ഇവിടെയും വരാം, എഫ് ഇവിടെയും വരാം. ഓക്കെ അല്ലേ? നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടീഷനിൽ ഞാൻ എഫ്, അതായത് ഈൻ്റെ അടുത്താണല്ലോ എഫ്, അപ്പോൾ എഫ് ഇവിടെയും വരാം, ഇവിടെയും വരാം. എഫ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 2 എണ്ണം കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി എഫ് ഇവിടെ ഇട്ടാലോ, അപ്പോഴും പറ്റും. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ്, ഓൺലി 1 പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ എച്ച് ആൻഡ് എൽ. എച്ചിൻ്റെ എല്ലിൻ്റെ ഇടയിൽ ഒരാളെ ഇരിക്കുന്നുള്ളൂ. ഓക്കെ, അത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. എച്ചിൻ്റെ എല്ലിൻ്റെ ഇടയിൽ ഒരാളെ ഇരിക്കുന്നുള്ളൂ പറഞ്ഞാൽ എച്ച് കഴിഞ്ഞ് ഒരാൾ കഴിഞ്ഞാൽ എല്ല്, എച്ച് കഴിഞ്ഞ് ഒരാൾ കഴിഞ്ഞാൽ എല്ല്. എച്ച് നിന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ ഫിക്സ് ആയി. ഇനി കെയും എഫും 2 പേര് ഡിഫറൻസിൽ ഇരിക്കണം. അതായത് ഇവിടെ ഈ ഒറ്റ പൊസിഷനേ ഉള്ളൂ. കാരണം ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ 2 പേര് കഴിഞ്ഞാൽ ഇവിടെ എത്തും, ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ 2 പേര് കഴിഞ്ഞാൽ ഇവിടെ. അപ്പോൾ കെയും എഫും ഈ 2 പൊസിഷനാണ്. അതിൽ എഫ് എവിടെ വരും? ഈൻ്റെ അടുത്ത് വരും. അപ്പോൾ എഫ് ഇവിടെ, കെ ഇവിടെ. ഓക്കെ അല്ലേ? ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെയാണെങ്കിൽ ഇവിടെ വെക്കാൻ പറ്റില്ല, കറക്റ്റ് പോവില്ല. പക്ഷേ ഈ 2 എണ്ണത്തിൻ്റെ അടിയിലായതുകൊണ്ട് ഇവിടെ കെയും എഫും വരാം. എഫ് ഇക്ക് അടുത്ത്, അപ്പോൾ എഫ് ഇവിടെ, കെ ഇവിടെ. ഓക്കെ അല്ലേ? ഓക്കെ, ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എൽ അഡ്ജസൻറ്റ് ടു ഇ. എൽ അഡ്ജസൻറ്റ് ടു ഇ രണ്ടിലും ഓക്കെയാണ്. പിന്നെ എൽ റൈറ്റ് ഓഫ് ജി. എൽ റൈറ്റ് ഓഫ് ജി, അതായത് റൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? റൈറ്റ് അങ്ങോട്ടാണ്. അപ്പോൾ എൽ റൈറ്റ് ഓഫ് ജി, ഇവിടെ ജി ഇടാൻ സ്പേസ് ഉണ്ടോ? കാരണം എൽ ഇങ്ങോട്ട് വരുന്നതാണ് പറഞ്ഞത്. ജീനെ ഇവിടെ ഇടാൻ സ്പേസ് ഇല്ല, ജി ഇവിടെ വരുള്ളൂ. അപ്പോൾ ജീൻ്റെ ലെഫ്റ്റ് ആണ് എൽ. ഇനി ജി ഇവിടെയാണെങ്കിലോ, ജീൻ്റെ റൈറ്റ് അല്ലേ എൽ? അപ്പോൾ സെക്കൻഡാണ് കറക്റ്റ്. ഈ ഒന്ന് തെറ്റി. ഇതാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതാണ് കറക്റ്റായിട്ട് കിട്ടിയത്. ഈസിയാണ്, അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള ഒരു പസിലാണ് ഇത്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കിയാലോ, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ആസ് മെനി പേഴ്സൺ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഇ ആസ് ബിറ്റ്വീൻ. അതായത് ജീൻ്റെയും ഈൻ്റെയും ഇടയ്ക്ക് എത്ര പേരുണ്ടോ അത്രയും ഇല്ലത് ആരാണെന്ന്. ജീൻ്റെ ഈൻ്റെ ഇടയിൽ എത്ര പേരുണ്ട്? ജീൻ്റെ ഈൻ്റെ ഇടയിൽ 2 പേരുണ്ട്. അപ്പോൾ 2 പേര് ഇടയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണെന്ന് ചോദിച്ചു. എഫിൻ്റെ എല്ലിൻ്റെ ഇടയിൽ 2 പേരാണോ? എല്ലിൻ്റെ എഫിൻ്റെ ഇടയിൽ ഒരാളേ ഉള്ളൂ. അപ്പോൾ അതല്ല കറക്റ്റ്, 2 വരണം. എമ്മും കെയും 3 ആളില്ലടാ എമ്മിൻ്റെയും കെൻ്റെയിലും, അപ്പോൾ അതുമല്ല. നെക്സ്റ്റ് എല്ലും എച്ചും എങ്ങനെയാ? എല്ല് എച്ച് ഒരാളേ ഉള്ളൂ. നെക്സ്റ്റ് എഫും കെയും എങ്ങനെയാ? എഫ് അത് കഴിഞ്ഞ് കെ, ഇടയിൽ എത്ര പേരുണ്ട്? 2 പേര്. അപ്പോൾ എഫും കെയും അല്ലേ? എഫും കെയും. ജീൻ്റെ ഈൻ്റെ ഇടയിൽ 2 പേര്, അതേപോലെ എഫിൻ്റെയും എല്ലിൻ്റെ ഇടയിലും 2 പേര്, എഫിൻ്റെയും കെൻ്റെ ഇടയിലും 2 പേര്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഹൂ എമംഗ് ദ ഫോളോയിങ് പേഴ്സൺസ് ഇസ് തേർഡ് ടു ലെഫ്റ്റ് ഓഫ് എല്ല്. തേർഡ് ടു ലെഫ്റ്റ് ഓഫ് എല്ല് ആരാണെന്ന്? എല്ല് ഇവിടെയാണ്, എല്ലിൻ്റെ ലെഫ്റ്റ് ഏതാ? ഈ സൈഡ്. അപ്പോൾ തേർഡ് ടു ലെഫ്റ്റ് ഏതാ? ഫസ്റ്റ് ടു ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്, തേർഡ് ലെഫ്റ്റ് ആരാ? എം ആണ്. എം ആൻസർ ഇല്ലേ? എം. ഓക്കെ, എം ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. 5 എണ്ണം ഒരേപോലെയാണ്. ഇത് ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. നോക്കാം, ഫസ്റ്റ് 2 ഓപ്ഷൻ നോക്കാം. എഫ് കെയും ഇ ജിയും. എഫ് കെ ഇ ജി. എഫും കെയും ഇങ്ങനെ വന്നു. ഇയും ജിയും ഇങ്ങനെ വന്നു. അതായത് രണ്ടിലും കോമൺ ആയില്ല എന്താ? 2 പേരുടെ ഡിഫറൻസ് ഉണ്ട്. ഇയും ജിയും 2 പേരുടെ ഡിഫറൻസ്, എഫും കെയും 2 പേരുടെ ഡിഫറൻസ്. ഇനി അടുത്ത 2 എണ്ണം കെയും ജിയും ഇയും എച്ചും.
കെയും ജിയും എത്ര പേരുടെ ഡിഫറൻസ് ഉണ്ട്? കെയും ജിയും കുറേ പേരുടെ ഡിഫറൻസ് ഉണ്ട്. ഇയും എച്ചുവോ 2 പേരുടെ. അപ്പോൾ 2 പേരുടെ പാറ്റേൺ തന്നെയാണ്. കാരണം 3 നമുക്ക് കിട്ടി. അതിലില്ലാത്തത് ഏത് മാത്രമായിരുന്നു? കെയും ജിയും മാത്രം. അപ്പോൾ അതാണ് ആൻസർ. ഓക്കെ അല്ലേ? ഒരേപോലെ വരാത്ത പാറ്റേൺ കെയും ജിയും ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഈ സിറ്റ്സ് റൈറ്റ് ഓഫ് എച്ച്. ഈ എച്ചിൻ്റെ റൈറ്റിലാണോ എന്നാണ് ചോദിച്ചത്. ഈ എച്ചിൻ്റെ ലെഫ്റ്റിലല്ലേടാ, ഇങ്ങോട്ടല്ലേ. ഈ എന്ന് പറഞ്ഞാൽ എച്ചിൻ്റെ ഇങ്ങോട്ടാണ്, എച്ചിൻ്റെ ലെഫ്റ്റിലാണ്. തെറ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, കെയും എല്ലും ഇമ്മീഡിയറ്റ് നൈബേഴ്സാണ് പറഞ്ഞിട്ടുണ്ട്. കെയും എല്ലും ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആണോ? അതെ, കെയും എല്ലും ഒപ്പല്ലേ ഇരിക്കുന്നത്? കെയും എല്ലും ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആണ്. ഓക്കെ, എം എ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. എം സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ഇ ആണോ? ഇൻ്റെ ഫസ്റ്റ് ലെഫ്റ്റ് സെക്കൻഡ് ലെഫ്റ്റ്. എം സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ഇ ആണ്. ഓക്കെ അല്ലേ? എം സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ഇ. അപ്പോൾ 1 തെറ്റാണ്, 2ഉം 3ഉം കറക്റ്റ് ആണ്. ഓൺലി 2 and 3. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? ലാസ്റ്റ് വൺ, ഹൂ എമംഗ് ദ ഫോളോയിങ് പീപ്പിൾ സിറ്റ്സ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ദ വൺ ഹൂ ഫോർത്ത് റൈറ്റ്? എഫ്. എഫിൻ്റെ ഫോർത്ത് റൈറ്റ് 1, 2, 3 ഇതാണ് ഫോർത്ത് റൈറ്റ്. ഇയാളുടെ സെക്കൻഡ് ലെഫ്റ്റ് ഇരിക്കുന്ന ആൾ, സെക്കൻഡ് ലെഫ്റ്റ് ഓഫ്, അതായത് ഫോർത്ത് റൈറ്റ് ഓഫ് എഫ് ഇതാണ്. അയാളുടെ സെക്കൻഡ് ലെഫ്റ്റ് ഇരിക്കുന്ന ആരാന്ന് ചോദിച്ചത്? ഫസ്റ്റ് ലെഫ്റ്റ് സെക്കൻഡ് ലെഫ്റ്റ്. ഇവിടെ ആരാണ് ഇരിക്കുന്നത്? അതായത് എഫ് കഴിഞ്ഞ് ഒരാൾ കഴിഞ്ഞാൽ ഇരിക്കുന്ന ആരാണ്? നോക്കാം. എഫ് കഴിഞ്ഞ് ഒരാൾ കഴിഞ്ഞാൽ ഇരിക്കുന്നത് എൽ അല്ലേ? എൽ. അപ്പോൾ എൽ അല്ലേ ആൻസർ? ഓപ്ഷൻ എ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾ ആ ഒരു പസിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് എളുപ്പം കുത്താൻ പറ്റും. കാരണം ഒരു പസിൽ സോൾവ് ചെയ്യാനാണ് നിങ്ങൾക്ക് ടൈം എടുക്കുന്നത്. അത് കഴിഞ്ഞ് 5 ക്വസ്റ്റ്യൻ കുത്താൻ നിങ്ങൾക്ക് ഏറിപ്പോയാൽ ഒരു 20 seconds 30 seconds എടുക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ലെവൽ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മിനിറ്റ് ചെയ്യാവുന്ന പസിലാണിത്? നിങ്ങൾക്ക് 3 minutes ചെയ്യാം. 3 minutes നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന 2.5 minutes അല്ലെങ്കിൽ 3 minutes കംപ്ലീറ്റ് ചെയ്യാവുന്ന ബസ്സിലാണ്. ഞാൻ പറഞ്ഞ 16 മിനിറ്റിൽ 4 ബസ്സിൽ ചെയ്യാമെന്നാണ്. ആ 16 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും 4 മിനിറ്റ് എന്നല്ല, അതിൽ ഈസിയുള്ള ബസ്സിൽ പെട്ടെന്ന് തീരും, കട്ടിയുള്ള ബസ്സിൽസിന് കുറച്ചധികം ടൈം കൊടുക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 3 മിനിറ്റിൽ തീർന്നു. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 4 മിനിറ്റ് മിസ്ലേനിയസ്, 3 മിനിറ്റ് ഈ പസിലും പോയി, 3 മിനിറ്റിൽ ഈ പസിലും തീർന്നു. ഇപ്പോൾ 7 മിനിറ്റ് നമ്മളടുത്ത് പോയുള്ളൂ, ബാക്കി 13 മിനിറ്റ് ഉണ്ട്. ഈ 13 മിനിറ്റിൽ എത്ര ക്വസ്റ്റ്യൻ പോകാൻ നോക്കാം. ഈ 13 മിനിറ്റിൽ ഇനി നെക്സ്റ്റ് ബസ്സിൽ, ഇനി ബാക്കി ഒരു 4 ബസ്സിലുണ്ടല്ലോ, അതിൽ നെക്സ്റ്റ് ബസ്സിൽ നോക്കാം. നെക്സ്റ്റ് ബസ്സിൽ ദിസ് വൺ, ഇത് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഓക്കെ, കിട്ടിയോടാ? ഈ ബസ്സിൽ എന്താ ശരിക്ക് 7 പേഴ്സൺസിൻ്റെ ബസ്സിലാണ്. ഈ 7 പേഴ്സൺസിൽ എന്താണ് ഈ 7 പേഴ്സൺസും മൺഡേ ടു സൺഡേ അതായത് 7 പേഴ്സൺസ് INS വിക്രാന്ത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് ദിവസങ്ങളിലാണ്? മൺഡേ ടു സൺഡേ. മൺഡേയിൽ ഫസ്റ്റ് ആൾ വിസിറ്റ് ചെയ്യും, പിന്നെ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, അങ്ങനെ സൺഡേ വരെ വിസിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇതെങ്ങനെയാണ് എഴുതുന്നത്? അതായത് മൺഡേയിൽ ആദ്യത്തെ ആൾ വിസിറ്റ് ചെയ്യും, പിന്നെ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. 7 ദിവസത്തിലായാൽ എല്ലാവരും വിസിറ്റ് ചെയ്ത് തീരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, 7 പേര്. നമുക്ക് നോക്കാം, ഇനി സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. മോർ ദാൻ 3 people വിസിറ്റ് ബിഫോർ പി. പീന് മുമ്പ് 4 പേരെങ്കിലും, മോർ ദാൻ 3 എന്ന് പറഞ്ഞാൽ മിനിമം 4 ആൾക്കാർ, പീന് മുമ്പ് മിനിമം 4 ആൾക്കാർ വിസിറ്റ് ചെയ്യും. അതായത് 1, 2, 3, 4. ഈ 4 ആൾ എന്തായാലും പീൻ്റെ മുമ്പ് വിസിറ്റ് ചെയ്യും. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് 3 പൊസിഷനിൽ എവിടെയോ ആണ് ഇരിക്കുന്നത്, നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് 3 പൊസിഷനിലും ഓരോ പോസിബിലിറ്റി കൊടുക്കും. ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ഓക്കെ അല്ലേ?
ഓക്കെ. നമ്പർ ഓഫ് പേഴ്സൺസ് ഹൂ വിസിറ്റ് ബിഫോർ പി ഈസ് 1 more than the person visit after എം എ. പീൻ്റെ മുമ്പേ എത്ര ആൾ വിസിറ്റ് ചെയ്തോ അതേ എന്താ പറയുക എമ്മിന് ശേഷം വിസിറ്റ് ചെയ്ത ആൾക്കാരെക്കാളും 1 കൂടുതലാണ്. പീന് മുമ്പ് എത്ര ആളാണോ അതിനേക്കാളും 1 കൂടുതലാണ് എമ്മിന് ശേഷം. ഓക്കെ അല്ലേ? പീന് മുമ്പ് ഇവിടെ എത്ര ആളാ? 1 2 3 4. അപ്പോൾ എമ്മിന് ശേഷം എത്ര ആൾ വരണം? ഇവിടെ മേലോട്ട് 4 ആണെങ്കിൽ അവിടെ എന്താണ്? അവിടുത്തെ ആ 1 ഇങ്ങോട്ട് മൈനസ് വരും. അപ്പോൾ പി മൈനസ് അല്ലേ? അപ്പോൾ ഈ 4 - 1 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ എമ്മിന് അടിയിലേക്ക് 3 ആൾ. 1 2 3 ഇവിടെ എം വരും. ഓക്കെ അല്ലേ? ഇനി പീന് ഓക്കെ പീന് മുമ്പ് ഇനി ഇവിടെ എത്ര ആളാ? 1 2 3 4 5 പേര്. അപ്പോൾ എമ്മിന് ശേഷം എത്ര ആൾ വരണം? ആ മൈനസ് പോയി കഴിഞ്ഞാൽ 4 ആൾ എമ്മിന് ശേഷം വരണം. 1 2 3 4 ഈ 4 പേര് എമ്മിന് ശേഷം വരണം. അപ്പോൾ എം ഇവിടെ. പീന് മുമ്പ് 1 2 3 4 5 6 പേര്. അപ്പോൾ എമ്മിന് ശേഷം എത്ര ആൾ? 5 ആൾ. 1 2 3 4 5. അപ്പോൾ എം ഇവിടെ വരാം. ഓക്കെ അല്ലേ? ഈ 3 പോസിബിലിറ്റീസ് വെച്ചാൽ നമ്മൾ പോകുന്നത്. ഇനി നെക്സ്റ്റ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ? ഓൺലി 2 പേഴ്സൺ വിസിറ്റ് ബിറ്റ്വീൻ എൻ ആൻഡ് ആറ്. എന്നിൻ്റെ ആറിൻ്റെ ഇടയിൽ 2 പേര് വിസിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? എന്നിൻ്റെ ആറിൻ്റെ ആരാണ് ഫസ്റ്റ് പറഞ്ഞിട്ടില്ല. എന്നിൻ്റെ ആറിൻ്റെ ഇടയിൽ 2 പേര് വിസിറ്റ് ചെയ്യും. ആൻഡ് എൽ വിസിറ്റ് ബിഫോർ എം എ. എമ്മിന് മുമ്പാണ് എൽ വിസിറ്റ് ചെയ്യുന്നത്. എമ്മിന് മുമ്പാണ് എൽ വിസിറ്റ് ചെയ്യുന്നത്. ഓ വിസിറ്റ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആറ്. ഓ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആറ്. ഓ കഴിഞ്ഞ് തൊട്ടടുത്ത് 6 വിസിറ്റ് ചെയ്യും. ക്യൂ വിസിറ്റ് ബിഫോർ പി. ക്യൂ പിക്ക് മുമ്പാണ് വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒ ആർ ഇതാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒ ആറും അതായത് ഈ ഒയും ആറും ഇങ്ങനെ ഇരിക്കണം. അതേപോലെ എന്നും ആറും 2 പേരുടെ ഡിഫറൻസ് വരണം. അവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ എൽ എന്ന് പറഞ്ഞാൽ എമ്മിന് മേലെ വരും വേണം. ഓക്കെ അല്ലേ? അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ക്യൂവിന് മേലെ പി വരണം. ഓക്കെ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. നോക്കാം. ഇതിലിപ്പോൾ ഈ ഒരു പോസിബിലിറ്റിയിൽ എല്ലിന് വരാൻ പറ്റുന്ന ഇവിടെ മാത്രമല്ല, എമ്മിന് മേലെയാണ് എല്ല് വരുന്നത്. ഓക്കെ ഇതിൽ എല്ല് ഇവിടെ 2 ഇട്ടും വരാം. എല്ല് 2 സ്ഥലത്തും വരാം. അപ്പോൾ ഒയും ആറും എങ്ങനെയാണ്? ഒയും ആറും ഇവിടെ മാത്രമേ വരാൻ പറ്റൂ. ഒയും ആറും ഇവിടെ വന്നു കഴിഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ 6 കഴിഞ്ഞ് 2 എണ്ണം കഴിഞ്ഞാൽ എൻ. 1 2 കഴിഞ്ഞാൽ ഇവിടെ എൻ വരും. ഓക്കെ അല്ലേ? എൻ വരും. അപ്പോൾ എല്ല് ഇവിടെ. കാരണം എമ്മിന് മേലെ എല്ല് വരണം. എല്ല് ഇവിടെ. ഓരോ പോസിബിലിറ്റി ഇടുക. ഞാൻ സെക്കൻഡ് പോസിബിലിറ്റി ഫസ്റ്റ് ഇട്ടു. പിന്നെ ബാക്കിയുള്ള ആരാ? ക്യൂ. ക്യൂ ഇവിടെ ഇട്ടു വരും. അപ്പോൾ എന്താണ്? പോസിബിലിറ്റി തെറ്റിയില്ല. പീന് മേലെ ആയിരിക്കണം ക്യൂ. അപ്പോൾ ഈ പോസിബിലിറ്റി തെറ്റാണ്. നെക്സ്റ്റ് ആണ് ഫസ്റ്റിൽ ഇട്ട് നോക്കിയാലോ. ഫസ്റ്റിൽ എങ്ങനെ ഇടാം? ഫസ്റ്റിൽ എല്ലിന് എല്ല് എന്ന് പറഞ്ഞാൽ ഇതിൽ എവിടെയും വരാം. അപ്പോൾ ഓയും മാറും. അതായത് ഓയും മാറും. എല്ല് ഇതിൽ എവിടെയും വരാം. എല്ല് ഇവിടെ ഇട്ട് ഓയും ആറും ഇട്ടാൽ ക്യൂ അടിയിൽ വരും. ഓക്കെ അല്ലേ? എല്ല് എന്തായാലും ഇവിടെ വരണം. ഓയും ആറും ആണ് ഞാൻ മേലെ ഇടുന്നതെന്ന് വെച്ചാൽ ഒ ആറ് അല്ലെങ്കിൽ ഒ ആറ്. അപ്പോൾ എല്ലും ഓയും ആറും ഈ 3 കോളത്തിൽ വരും. അങ്ങനെയാണെങ്കിൽ ക്യൂ നമ്മൾ അടിയിൽ ഇടേണ്ടി വരും. പീൻ്റെ അടിയിൽ ക്യൂ വരാൻ പാടില്ല. അപ്പോൾ ഓയും ആറും ഇവിടെ ഇവിടെയും വരില്ല. അപ്പോൾ ഓയും ആറും ഇവിടെ വെച്ചു. ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 6 കഴിഞ്ഞ് 2 എണ്ണം കഴിഞ്ഞാൽ എൻ വെക്കാൻ സ്പേസ് ഇല്ല. കാരണം എം ഓൾറെഡി ഉണ്ട്. ഇവിടെയും തെറ്റാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഈ കേസിൽ ഓ ഇവിടെ വെച്ച് 6 ഇവിടെ വെച്ചാൽ 2 എണ്ണം കഴിഞ്ഞാൽ എൻ വെക്കാൻ സ്പേസ് ഇല്ല. അപ്പോൾ ഓ ഇവിടെ ഇടുന്നു. 6 ഇവിടെ ഇട്ടാലോ? കറക്റ്റ് അല്ലേ? 1 2 സ്പേസ് കഴിഞ്ഞാൽ എൻ വെക്കാം. ബാക്കിയുള്ള സ്ഥലത്ത് ക്യൂ വെക്കാം. ഒരു കണ്ടീഷൻ തെറ്റില്ല. എമ്മിൻ്റെ മേലെയാണ് എല്ല്, പീൻ്റെ മേലെയാണ് ക്യൂ. എല്ലാം കറക്റ്റാണ്. ഓക്കെ അല്ലേ? എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായി. അപ്പോൾ തേർഡ് വൺ ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ എല്ലാ പോസിബിലിറ്റി ഇട്ടേ. മറ്റേ നിങ്ങളെന്ന് വെച്ചാൽ ഫസ്റ്റിന് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റിയിൽ ഇട്ടാൽ കറക്റ്റായിട്ട് ആൻസർ പെട്ടെന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യന് ഒരു 3 minutes ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതായത് ഈ 20 ക്വസ്റ്റ്യൻസ് ഇതുവരെ ചെയ്താൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര മിനിറ്റ് തീർക്കാൻ പറ്റും? 10 മിനിറ്റ് തീർക്കാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. ബാക്കി 10 മിനിറ്റ് നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസിന് ഇടാൻ പറ്റും. ഓക്കെ അല്ലേ? എളുപ്പമല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഹൗ മെനി പേഴ്സൺസ് ആർ വിസിറ്റിംഗ് ബിറ്റ്വീൻ എം ആൻഡ് ഒ? എമ്മിൻ്റെ ഓൻ്റെ അടുക്ക് എത്ര പേരുണ്ട്? എം എ ഒ. എടി എത്ര പേരാ? 2 പേര്. അപ്പോൾ 2 ഈസ് ദ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് വൺ. ഹൂ എമംഗ് ദ ഫോളോയിങ് പേഴ്സൺ വിസിറ്റഡ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ക്യൂ? ഇമ്മീഡിയറ്റ്ലി ബിഫോർ ക്യൂ. ക്യൂവിൻ്റെ തൊട്ട് മുമ്പ് ആരാ? എൻ അല്ലേ? എൻ. ഓക്കെ. നെക്സ്റ്റ് വൺ. ഹൂ എമംഗ് ദ ഫോളോയിങ് പേഴ്സൺ വിസിറ്റിംഗ് 2 days ആഫ്റ്റർ ഒ? 2 days ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരാളുണ്ടാവും. 2 days ആഫ്റ്റർ ഒ അല്ലേ പറഞ്ഞേ? 2 days ആഫ്റ്റർ ഒ.
ഓ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാൽ ആരാ പോകുന്നത്? പി അല്ലേ പോകുന്നത്? പി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഫോർ ഓഫ് ദ ഫോളോയിങ് അലൈക്ക് ഇൻ എ സർട്ടൻ വേ. അതായത് ഇതിൽ കോമ്പിനേഷനിൽ ഇല്ലാത്ത ഏതാണ്? എൽ എൻ എ ക്യു ആർ, രണ്ട് പോസിറ്റീവ് നോക്കുക. എൽ എൻ എ ക്യു ആർ, എൽ എൻ എ ക്യു ആർ, അതായത് ഒരാളുടെ ഡിഫറൻസ് നമ്മൾ കാണുന്നുണ്ട് കോമൺ ആയിട്ട്. നെക്സ്റ്റ് ഏതാ? ഒ എൻ എ എം ക്യു, ഒ എൻ എ എം ക്യു, ഒ എൻ എ, ഓക്കെ ഒരാളുടെ ഡിഫറൻസ് ഉണ്ട്. ഒ എൻ എ എം ക്യു, എം ക്യൂലും ഒരാളുടെ ഡിഫറൻസ് ഉണ്ട്. ഇനി ഒ പി, ഒ പി എന്താടാ? ഒയും പിയും ഒരാളുടെ ഡിഫറൻസ്, എല്ലാത്തിലും ഒരാളുടെ ഡിഫറൻസാണ്. പക്ഷേ ഇതിൽ വ്യത്യാസം വന്നത് എന്താ? എല്ലാം എൽ എൻ എ, പിന്നെ എൻ എ, അതായത് പിന്നെ വന്നത് എം എ ക്യു, പിന്നെ വന്നത് ക്യു ആർ, ഒ പി. പക്ഷേ ഇതിൽ ഡിഫറൻസ് ഒ എൻ എ. ഒയും എന്നും ഒരാളുടെ ഡിഫറൻസ് ആണെങ്കിൽ ഒ ഒന്ന് കഴിഞ്ഞ് മേലെയാണ് എൻ, ബാക്കിയെല്ലാം അടിയിലാണ്. ഓക്കെ അല്ലേ? അതിലവിടെ ഓർഡർ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒ എൻ ആണ് കറക്റ്റ് ഓർഡർ. ഓക്കെ അല്ലേ? ലാസ്റ്റ് വൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആൻഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ആസ് പെർ ദ ഗിവൻ അറേഞ്ച്മെന്റ്? ക്യൂ വിസിറ്റ്സ് ഓൺ ഫ്രൈഡേ. ക്യൂ ഫ്രൈഡേയിലാണോ വിസിറ്റ് ചെയ്യുന്നത്? ഫ്രൈഡേയിൽ ആരാ? ഓ ആണ് വിസിറ്റ് ചെയ്യുന്നത്. തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പി വിസിറ്റ് ഓൺ സാറ്റർഡേ. പി സാറ്റർഡേ ആണോ? സാറ്റർഡേ പി അല്ല, ആറാണ് സാറ്റർഡേ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും തെറ്റാണ്. എൻ മൺഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, എൻ മൺഡേ ആണോ? മൺഡേ എല്ലാണ്, അപ്പോൾ അതും തെറ്റാണ്. ഇനി 6 ട്യൂസ്ഡേ ആണ് പറഞ്ഞിട്ടുണ്ട്. 6 ട്യൂസ്ഡേ ആണോ? ട്യൂസ്ഡേ ആരാ? ട്യൂസ്ഡേ എം ആണ്, അപ്പോൾ അതും തെറ്റാണ്. അതായത് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ലാസ്റ്റ് എല്ല് മൺഡേ ആണോ? നോക്കാം, അത് ശരിയാവണം ശരിക്ക്. യെസ്, എല്ല് മൺഡേ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? എല്ല് മൺഡേ. ഓക്കെ അല്ലേ? അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ ഈ ചെയ്ത 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ 10 മിനിറ്റിൽ തീർക്കാൻ പറ്റും. ഇനി മാക്സിമം 12 മിനിറ്റ്സ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. ഓക്കെ അല്ലേ? ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ചെയ്തില്ലേ. ഇനിയുള്ള 3 ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അതിലൊരു 2 നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടുള്ളൂ. ഈ 20 ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം റീസണിങ്ങിൻ്റെ മോക്കിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ മിസ്സലേനിയസും ഒരു 2 പസിലും ഡിസ്കസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് പസിൽസ് മാത്രമേ ഉള്ളൂ. പസിൽ സീറ്റിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 3 പസിൽസോ ഒരു സീറ്റിംഗ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ. സോ എല്ലാവരും ഇതുപോലെ മോക്ക് ടെസ്റ്റുകളും മറ്റും വീണ്ടും അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സുകളിൽ കയറുക, അത്യാവശ്യം മെത്തേഡ്സ് പഠിക്കുക. ഓക്കെ അല്ലേ?